വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളെ ഇപ്പോൾ പേടിപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ കുറുവാ സംഘമാണ്. കുറുവാ സംഘം ഇപ്പോൾ ഉള്ളത് ആലപ്പുഴയിൽ, പെരിന്തൽമണ്ണ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷെ എപ്പോൾ വേണമെങ്കിൽ നമ്മളെ ഈ നാട്ടിലും വരാമല്ലോ. അപ്പോൾ അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലിനെ കുറിച്ചിട്ട് നമ്മളെ അഭിപ്രായമാണ് പറയുന്നത്. നമ്മളെന്തൊക്കെ ചെയ്യാം, നമുക്ക് നമ്മളതായ ഇതിലെന്ത് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ രണ്ടാളും അതിനെക്കുറിച്ച് കുറേ ചർച്ച ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നെല്ലാം നമ്മൾ പറഞ്ഞിനായിരുന്നു. അപ്പോൾ അന്നേരം നമുക്ക് തോന്നി അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ അന്നേരം കമൻറ്റ് ചെയ്യണം. നമ്മളെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കായിട്ട് വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ നമുക്കെന്നാൽ തുടങ്ങാം. കുറുവാ സംഘത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് എന്തെല്ലോ ശബ്ദമെല്ലാം കേൾക്കുന്നതുകൊണ്ട് ഞാനൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് കിടക്കുക. നമ്മൾ ചില ആൾക്കാരായിരിക്കും ലൈറ്റ് ബില്ലൊക്കെ അധികമാകുമെന്ന് വെച്ചിട്ട് എല്ലാ ലൈറ്റ്സും ഓഫാക്കിയിട്ടാണ് എല്ലാവരും ഉറങ്ങുന്നത്. പക്ഷേങ്കിൽ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ലൈറ്റെല്ലാം ഓണാക്കിയിട്ട് കിടക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. അവർ വരുമ്പോൾ അവർ വിചാരിക്കും ചിലപ്പോൾ അവർ ഉറങ്ങിയിട്ടില്ല എന്നെല്ലാം വിചാരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഇവർക്കായിട്ട് പങ്കുവെക്കാം. ഈ കുറുവാ സംഘം എന്ന് വെച്ചാൽ ഇപ്പോൾ ആലപ്പുഴയിൽ എറണാകുളത്തായിട്ടാണ് കൂടുതൽ കണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അവർ ഡ്രസ്സൊന്നും ശരിക്കൊന്നും ഇടാണ്ട് എണ്ണ ശരീരം മുഴുവൻ തേച്ചിട്ടാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പിടിക്കുകയാണെങ്കിൽ വഴുതി പോകാനുള്ള ഒരു ട്രിക്കും കൂടിയാണത്. പിന്നെ പ്രധാനമായിട്ട് അവർ കയ്യിൽ ആയുധങ്ങളുമായിട്ടാണ് വരുന്നത്. ആരെങ്കിലും അവരെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരത് വെച്ചിട്ട് അവരെ ഉപദ്രവിക്കുന്നുണ്ട്. അവർക്കത് ഒരു പ്രശ്നമേ അല്ല. അത് വളരെ നമ്മൾ ഇപ്പം കുറേ കള്ളന്മാരെയും കുറേ കൊള്ളാസംഘങ്ങളെയെല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെയല്ല, ഇവർ വളരെ അപകടം പിടിച്ച സംഘം എന്നാണ് വാർത്തയിൽ പോലും പറയുന്നത്. പിന്നെ ഒരു ഏറ്റവും നല്ലൊരു മാർഗം എന്ന് വെച്ചാൽ നമ്മൾ അവർ പുറകുവശത്ത് കൂടിയാണ് വരുന്നതെന്നല്ല പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടേതായ ഒരു ബുദ്ധിയിൽ നമ്മളിങ്ങനെ പറയുന്നതാണ്. നമ്മൾ വാതിലിൻ്റെ അടുത്ത് ഒരു സ്റ്റൂളോ അങ്ങനെ എന്തെങ്കിലും വെക്കുക. എന്നിട്ട് പിന്നെ ഒരു സ്റ്റീൽ പാത്രമില്ല, സ്റ്റീൽ പാത്രം ആകുമ്പോൾ ആണല്ലോ താഴെ വീഴുമ്പോൾ നല്ല ശബ്ദം കേൾക്കുക. അത് ആ സ്റ്റൂളിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ച് കഴിഞ്ഞ് വാതിലിനോട് ചേർത്ത് വെച്ചാൽ അവർക്കറിയില്ലല്ലോ നമ്മൾ വെച്ചത്. അവരാ മറ്റും ഡോറ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് വീഴുമല്ലോ. അപ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് വീട്ടുകാർക്ക് ഞെട്ടി ഉണരാം. അതൊരു മാർഗ്ഗമാണ്, ഞങ്ങൾക്ക് തോന്നിയതാണ്, ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ലൈറ്റ്സും ഓണാക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങി പോരുത്. ചിലർക്ക് അവർ കോളിംഗ് ബെല്ലടിക്കും, പൈപ്പ് തുറന്ന് വിടാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൗണ്ടൊന്നും കേട്ടിട്ട് പുറത്തിറങ്ങാണ്ടിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ജനലിൻ്റെ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ വേറെ പോലീസിനെ വിളിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം, മുൻകരുതൽ എടുത്തിട്ട് വേണം നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ട്. അത് വെച്ച് നമ്മൾ എന്താ ചെയ്യാൻ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. പിന്നെ വെള്ളം തുറന്ന് വിടുമ്പോൾ നമ്മളത് ഓഫാക്കാൻ വേണ്ടി പോകും. പക്ഷേ കുഴപ്പമില്ല, വെള്ളം അവിടെ പോയിക്കോട്ടെന്ന് വെച്ചോളണം. പക്ഷെ നമുക്ക് നമ്മളെ ജീവനാണല്ലോ പ്രധാനം. അതുകൊണ്ട് രാത്രി ഇനി എന്ത് ശബ്ദം കേട്ട് കഴിഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും പുറത്തിറങ്ങി നോക്കരുത്. കാരണം അവർ സംഘങ്ങളായിട്ടായിരിക്കും വരിക. അപ്പോൾ മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നുമില്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഫ്രണ്ട്സിനും അവരെയൊക്കെ വിളിക്കുക. കുറേ പേരുണ്ടാകുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് പോലീസിനെ വിളിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ പൊതുവേ എല്ലാ വീട്ടിലും കയറുമ്പോൾ, ഇതുവരെ എല്ലാ വീട്ടിലും കയറിയിട്ടുള്ളത് സൗണ്ട് കേട്ടിട്ട് വീട്ടുകാർ ഞെട്ടി ഉണർന്നിട്ടാകുമ്പോൾ അവർ പോകുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് അത്രയ്ക്ക് വലിയ ഡേഞ്ചർ അല്ല എന്ന് വിചാരിക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും ഞെട്ടി ഉണർന്നാൽ അവർ പോകുന്നുണ്ട്. ഈ ന്യൂസെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് നമ്മളെ അടുത്ത് ഈ പ്ലാസ്റ്റിക് അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളപ്പിലൊക്കെ വേസ്റ്റ് കളഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വരുന്ന ടീമില്ലേ, അവരെയും സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ കുറുവാ സംഘത്തിന് കൂടുതലും ഡീറ്റെയിൽസ് എത്തിച്ചു കൊടുക്കുന്നത് കുറേ സ്ത്രീകൾ അല്ലാന്നുള്ളതിലൊക്കെ ന്യൂസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ വീട്ടിലേക്ക് ഇവർ മെയിനായിട്ട് കയറുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ വീടുകളിലൊന്നും കയറുന്നില്ല. കാരണം അവിടെ ഫുൾ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കയറുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു ഇടത്തരം വീടുകളിലൊക്കെയാണ് കയറുന്നത്. പിന്നെ പൈപ്പ് തുറന്നു വിടുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പൈപ്പ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരൊക്കെ പൈപ്പ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വെള്ളം പോകുന്നുണ്ട്, പൈപ്പ് ഓണാന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങില്ല. അതെല്ലാം അവരുടെ ട്രിക്കാണ്. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നെ പുറത്തിറങ്ങരുത്. ആ വെള്ളം പോയിക്കോട്ട് വെക്കണം. കാരണം ഇപ്പോൾ കിണറ്റിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമുള്ള ടൈമാണ്. അതുകൊണ്ട് അത് പോയിക്കോട്ടെന്ന് വെച്ചാൽ മതി. ഒരിക്കലും രാത്രിയിൽ ഇത് കേട്ടാലും പുറത്തിറങ്ങാണ്ട് നിൽക്കുകയാണ് ഏറ്റവും നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യേണ്ടത്. പിന്നെ
എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീടുകളിലൊക്കെ CC ക്യാമറ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇവർ കുറച്ച് രണ്ടുപേരെ പിടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഇനിയും അവരുടെ അടുത്ത് കുറേ ആൾ പിടിക്കാനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും പിടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മുമ്പൊക്കെ ഒരു ബ്ലാക്ക് മാനൊക്കെ ഉണ്ടായിരുന്നുണ്ടെന്ന്. ഇപ്പം ബ്ലാക്ക് മാനെ കുറിച്ച് കേൾക്കാനില്ല. ഇപ്പോൾ കുറുവാ സംഘമാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. ബ്ലാക്ക് മാൻ അത്രയ്ക്ക് ഇതല്ല എന്നുവെച്ചാൽ അപകടകാരിയല്ലായിരുന്നു. ബ്ലാക്ക് മാൻ എവിടെയും കയറി മോഷ്ടിച്ചതായി ഒന്നും അറിയില്ല. പക്ഷെ മോഷ്ടിച്ചില്ലെങ്കിലും അതും ഒരു പേടിപ്പെടുത്തുന്നല്ലോ. ഒരു സ്പ്രിങ് വെച്ചിട്ട് തുള്ളൽ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അക്കാലത്ത് ഒരു പേടിപ്പെടുത്തലായിരുന്നു. പക്ഷെ അതിനെ പിടിച്ചു എന്ന് കഴിയുമ്പോഴത്തേക്കാണ് അത് അടുത്ത് വന്നത്. ഇനി ആരൊക്കെ വരാനുണ്ടോന്നും അറിയില്ല. അതുകൊണ്ട് നമ്മളെ സേഫ്റ്റി നോക്കുക. ആരും രാത്രി കാലങ്ങളിൽ അധികം പുറത്തിറങ്ങാണ്ടിരിക്കുക. എന്ത് ശബ്ദം കേട്ടാലും പുറത്തിറങ്ങാണ്ടിരിക്കുക. ഉടനെ പോലീസിനെ അറിയിക്കുക എന്നാണ് ഞങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ നമ്മളെ വീട്ടിൽ ഈ കുപ്പി പാട്ടമൊക്കെ എടുക്കാൻ വരുന്നവരില്ലേ, അവരെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെ രാവിലെ വന്നിട്ട് പിന്നെ രാത്രി വരാൻ വേണ്ടിയിട്ട് ഈ കൊള്ള സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കലും അവർക്ക് വഴി പറഞ്ഞു കൊടുക്കലൊക്കെ ഇവരാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരെയും ഒന്ന് സൂക്ഷിക്കണം. ഇവരാദ്യമേ വന്ന് നമ്മളെ വീടും സ്ഥലങ്ങളെല്ലാം വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് വിവരം കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ അവിടെ ആരും ആണുങ്ങളില്ലെങ്കിൽ അവർ പറയും അവിടെ ആരും ഇല്ല, അപ്പോൾ സുഖമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കയറിയതിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ വരുന്നവരൊക്കെ വീട്ടിലേക്ക് കയറ്റാണ്ടിരിക്കുക. പിന്നെ ഈ സംഘങ്ങളിൽ സ്ത്രീകളും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കൊള്ളയടിച്ച ഈ ആലപ്പുഴയിൽ അവിടെയും CCTVയിൽ നോക്കുമ്പോൾ ഈ സ്ത്രീകളാണ് വണ്ടി എടുത്തിട്ട് അവരെ വന്ന് രക്ഷിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ സ്ത്രീകളും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ആരെങ്കിലും സംശയം തോന്നി ഉടനെ പോലീസിനെ വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുവരെ നമ്മുടെ ഈ ഭാഗത്ത് വന്നില്ല, പക്ഷേ എപ്പോൾ വേണമെങ്കിലും വരാം. അതുകൊണ്ട് പേടിച്ചിട്ടാണ് കഴിയുന്നത്. ഞാനൊക്കെ ഉറങ്ങുമ്പോൾ പുറത്തെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടാണ് ഉറങ്ങാറ്. നീ എങ്ങനെയാണ്? ഞാനും അതെ, പുറത്തെ ലൈറ്റ് ഓണാക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ വീട്ടിലാരും ഉറങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവർ വരാതിരിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സൗണ്ട് ആകുന്ന വസ്തുക്കൾ വാതിലിൻ്റെ അടുത്ത് വെക്കാം. അതും ഒരു സേഫ്റ്റിയാണ്. പരമാവധി പുറത്തിറങ്ങാതിരിക്കുക എന്ത് സൗണ്ട് കേട്ടാലും. അതെ, രാത്രിയിലെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങാണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഉപദ്രവിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കാരണം സാധാ കള്ളന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടുകാരെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അവർ ഇറങ്ങി ഓടും കാര്യം. ഇവരങ്ങനെയല്ല. നമ്മൾ അറിഞ്ഞു എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ആയുധങ്ങൾ കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നിക്കിൽ അഥവാ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാത്ത പോലെ കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പാത്രങ്ങളോ അതൊക്കെ വെക്കുക. അവർ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ശബ്ദം കേട്ടിട്ട് നമ്മൾ ഉണരുമ്പോൾ അവർ ഓടുമല്ലോ, അങ്ങനെ ചെയ്യുക. പിന്നെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് കിടക്കുക. അത്രയൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യണം. നിങ്ങളെന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരെ ബൈ.